ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുൾ ബാക്ക് ആരാണ് എന്ന ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? കഫു, കാർലോസ് ആൽബർട്ടോ, അല്ലെങ്കിൽ പോളോ മൽദീനി? ഇനി മോഡേൺ എറയിലേക്ക് വരികയാണെങ്കിൽ ആഷ്ലി കോൾ, അല്ലെങ്കിൽ ഫിലിപ്പ് ലാം, ഡാനി ആൽവസ്. ഈ കളിക്കാരുടെ എല്ലാം പ്രത്യേകത അവർ അറ്റാക്കിംഗ് ഡിഫൻസിലും ഒരുപോലെ മികച്ചു നിന്നിരുന്നു എന്നതാണ്, അല്ലെ? കാരണം ഏതെങ്കിലും ഒരു ഫേസിൽ മാത്രം നന്നായി കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലോകോത്തര ഫുൾ ബാക്ക് ആവാൻ കഴിയില്ല. അത് തന്നെയാണ് ആ പൊസിഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. എന്നാൽ ഒരു 60-70 വർഷങ്ങൾക്ക് മുൻപേ സ്ഥിതി ഇതല്ലായിരുന്നു എന്നും ഫുൾ ബാക്ക് എന്നത് സെന്റർ ബാക്കിനെ പോലെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പൊസിഷൻ ആയിരുന്നു എന്നും നിങ്ങൾക്കറിയാമോ? എതിർ ടീമിനെ വിങ്ങറെ മാർക്ക് ചെയ്യാൻ മാത്രമല്ല, ഒരു അവസരം കിട്ടുമ്പോൾ മുൻപോട്ട് കയറി ചാൻസുകൾ സൃഷ്ടിക്കാനും ഗോൾ സ്കോർ ചെയ്യാനും എല്ലാം ഈ പൊസിഷൻ ഉപയോഗിക്കാം എന്ന ആദ്യമായിട്ട് ഫലപ്രദമായി തെളിയിക്കുന്നത് ഒരു ബ്രസീലിയൻ ലെഫ്റ്റ് ബാക്ക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലൊന്നും ഇടപെടിക്കാൻ സാധ്യതയില്ലാത്ത, എന്നാൽ ഫുൾ ബാക്കുകളുടെ ചരിത്രം എഴുതുകയാണെങ്കിൽ ഒരിക്കലും വിസ്മരിക്കപ്പെടാൻ പാടില്ലാത്ത ഒരാൾ. തന്റെ ശാരീരിക പ്രത്യേകതകൾ കാരണം ഒരു അറ്റാക്കറായി കളിക്കാൻ ആഗ്രഹിച്ചിട്ടും ഫുൾ ബാക്ക് ആവാൻ വിധിക്കപ്പെടുകയും എന്നാൽ തന്റെ നിശ്ചയദാർഢ്യം ഉപയോഗിച്ച് ആ പൊസിഷൻ തന്നെ റീഡിഫൈൻ ചെയ്യുകയും ചെയ്ത നിൽട്ടൺ സാന്റോസിന്റെ ആരും പറയാത്ത കഥയാണ് പന്തലി കഥകൾ ഇത്തവണ. 1925 മെയ് 26 റിയോ ഡി ജനീറോയിലെ ഗവർണാഡോ ഐലൻഡിലാണ് നിൽട്ടൺ സാന്റോസിന്റെ ജന്മം. തന്റെ 14-ാം വയസ്സിൽ ഫ്ലെക്സേറാസ് എന്നൊരു അമച്ചർ ക്ലബിന് വേണ്ടി കളിക്കുന്ന സമയത്താണ് ബ്രസീലിയൻ ലീഗിലെ ബൊട്ടഫാഗോ എന്ന ക്ലബിന്റെ അധികൃതർ അവൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. ടീമിലേക്ക് സെലക്ഷൻ കിട്ടുന്ന അവൻ ഒരു അറ്റാക്കറായി കളിക്കാനുള്ള ആഗ്രഹം അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഒത്ത പൊക്കവും അതിനത്തെ ശരീരമുള്ളവനെ ഒരു ഫുൾ ബാക്ക് ആയിട്ട് കളിപ്പിക്കാനാണ് അന്നത്തെ മാനേജർ തീരുമാനിക്കുന്നത്. ഒരു സ്ട്രോങ് ടാക്കിളറായിട്ട് പെട്ടെന്ന് തന്നെ പേരെടുത്ത അവന്റെ മറ്റൊരു പ്രത്യേകത എത്ര സമ്മർദ്ദം നിറഞ്ഞ നിമിഷങ്ങളിലും പന്തിനെ വളരെ കാമായിട്ട് കൺട്രോൾ ചെയ്യാനും തൊട്ടടുത്ത സഹതാരത്തിന് അത് പാസ് ചെയ്യാനുള്ള കഴിവായിരുന്നു. ടീമിൽ കയറി 2 വർഷത്തിനകം തന്നെ 1950 ലോകകപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡിൽ അവൻ സ്ഥാനം ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു മത്സരത്തിൽ പോലും കളിക്കാനുള്ള അവസരം അവന് കിട്ടുന്നു. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബൊട്ടഫാഗോ ക്ലബിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ കളിക്കാരൊരാളായി മാറിയിരുന്ന നിൽട്ടൺ സാന്റോസ് തന്റെ അഗാധമായ ഫുട്ബോൾ പാണ്ഡിത്യം കാരണം ദ ഫുട്ബോൾ എൻസൈക്ലോപീഡിയ എന്ന പേരിലാണ് കളിക്കാരത്തിൽ അറിയപ്പെട്ടിരുന്നത്. പല യുവതാരങ്ങളും തങ്ങളുടെ മെന്ററായി വിശേഷിപ്പിക്കുന്ന നിൽട്ടൺ സാന്റോസിന്റെ വളരെ അടുത്ത സുഹൃത്തും ശിഷ്യനുമായിരുന്നു വളഞ്ഞ കാലുകൾ കൊണ്ട് മൈതാനങ്ങളിലെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരുന്ന കരീം ചാൻ. അക്കാലത്ത് ഫുൾ ബാക്ക് എന്ന പൊസിഷനിൽ ബാക്ക് ഫോറിന്റെ ഭാഗം എന്നല്ലാതെ അതിൽ കവിഞ്ഞ് യാതൊരു പ്രത്യേകതയും മാനേജർമാരൊന്നും പൊതുവെ കൊടുത്തിരുന്നില്ല. എന്നാൽ ഈ പൊസിഷന്റെ ഭാവിയെ തന്നെ കീഴ്മേൽ മറിക്കുന്നത് ഇന്നത്തെ മോഡേൺ ഡേ ഫുൾ ബാക്കുകളിൽ നാം കാണുന്ന മാതിരിയുള്ള വേഗമോ അജിലിറ്റിയോ ഒന്നും തീരെ ഇല്ലാതിരുന്ന ഒരു ഓൾഡ് സ്കൂൾ ഡിഫൻഡറാണ് എന്നാണ് അതിൽ വിരോധാഭാസം. എപ്പോൾ ഡിഫെൻഡ് ചെയ്യണം, എപ്പോൾ മുൻപിലേക്ക് കയറി കളിക്കണം എന്നുള്ള കൃത്യമായ ധാരണ തന്നെയായിരുന്നു അതിന്റെ പ്രധാന കാരണം. വളരെ ടോളായ ഫിസിക്കാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും ഒരു ക്വിക്ക് ടേൺ പെട്ടെന്ന് എടുക്കാനുള്ള കഴിവും അതുപോലെ പെട്ടെന്ന് സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് വളരെ റാഷായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനുള്ള മനോനിയന്ത്രണവും അതിന്റെ പിന്നിലെ പ്രധാന ഘടകങ്ങളായിരുന്നു. തൊട്ടടുത്ത ലോകകപ്പ് ടീമിനും സെലക്ഷൻ ലഭിക്കുന്നുണ്ടായിരുന്നെങ്കിലും സാന്റോസിനെ കാത്തിരുന്നത് കഴിഞ്ഞ ലോകകപ്പിനേക്കാളും കൈകേറിയ അനുഭവങ്ങളായിരുന്നു. ഹംഗറി ബ്രസീലുമായിട്ട് നടക്കുന്ന പ്രസിദ്ധമായ മത്സരത്തിൽ എതിർ ടീമിലെ ജോസഫ് ബോസിച്ചുമായി കയ്യാങ്കളിൽ ഏർപ്പെട്ട സാന്റോസിന് ചുവപ്പ് കാർഡ് ലഭിക്കുകയും ബ്രസീൽ ടൂർണമെന്റിൽ നിന്നും തോറ്റു പുറത്താവുകയും ചെയ്തു. എന്നാൽ 1958 ലോകകപ്പിൽ ഒരിക്കൽ കൂടെ ഒരു പാപപരിഹാരത്തിനുള്ള അവസരം ലഭിക്കുന്ന സാന്റോസ് ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാവുകയും ബ്രസീൽ അത്തവണ കപ്പടിക്കുകയും ചെയ്തു. ഈ ലോകകപ്പിലെ തന്നെ ബ്രസീലിന്റെ ആദ്യ മത്സരത്തിനാണ് സാന്റോസിനെ വളരെയധികം പ്രശസ്തനാക്കുകയും അതുപോലെ തന്നെ ഫുൾ ബാക്ക് എന്ന പൊസിഷനിൽ വളരെ നിർണായകമാവുകയും ചെയ്ത ഒരു ഗോൾ പിറക്കുന്നത്. മത്സരത്തിന്റെ 2ാം പകുതിയിൽ പന്തുമായി മുൻപോട്ട് കുതിക്കുകയായിരുന്ന സാന്റോസിനോട് അക്കാലത്തെ മാനേജറായിരുന്ന വിസന്റ് ഫിയോള ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത് കംബാക്ക് തിരിച്ചു വാ. എന്നാൽ ഇതൊന്നും കേട്ട ഭാവം പോലും നടിക്കാത്ത സാന്റോസ് പന്തുമായി മുൻപോട്ട് തന്നെ നീങ്ങുകയാണ്. യുവതാരം മസോളയുമായി ഒരു 1-2 കളിച്ചുകൊണ്ട് ബോക്സിലേക്ക് കയറി അദ്ദേഹം മുൻപോട്ട് കയറി വന്ന ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ പന്തിനെ കോരിയിട്ടുകൊണ്ട് വലകുലുക്കുകയാണ്. ആദ്യമേ 2 ഗോളിന് മുന്നിട്ട് നിൽക്കുന്ന ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം ആ ഗോളിന് അത്ര വലിയ പ്രസക്തിയൊന്നുമില്ലായിരുന്നു. എന്നാൽ ഫുൾ ബാക്കുകളുടെ ജോലി എന്നത് വിങ്ങർമാരെ മാർക്കുകയും ഡിഫെൻഡ് ചെയ്യുകയും മാത്രമാണ് എന്ന ഒരു തലമുറയുടെ തന്നെ ശാഠ്യത്തെയാണ് ആ ഒരൊറ്റ ഗോൾ കൊണ്ട് നിൽട്ടൺ സാന്റോസ് എന്ന ലെഫ്റ്റ് ബാക്ക് തച്ചുടയ്ക്കുന്നത്. ഫൈനലിൽ ആ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരൊരാളായിരുന്ന സ്വീഡിഷ് വിങ്ങർ കർട്ട് ഹംറിനെ മാർക്ക് ചെയ്യാനുള്ള ചുമതല ലഭിച്ച സാന്റോസ് ഹംറിനെ ഇടം വലം തിരിയാൻ കഴിയാതെ പൂട്ടിയതോടെ ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പോരാട്ടം നിൽക്കുന്നതിനാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. ടീമിന്റെ ടാക്ടിക്സിലും പ്ലേയിങ് ഇലവനിലും എല്ലാം കൃത്യമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന സാന്റോസിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ ടൂർണമെന്റിലേക്ക് ബ്രസീൽ ഗരിഞ്ചയെ സെലക്ട് ചെയ്യുന്നതും പിന്നീട് ഫൈനലടക്കം ഒരുപാട് നിർണായക ഗോളുകൾ അദ്ദേഹം നേടുന്നു. 37 വയസ്സ് പ്രായമുണ്ടായിട്ട് പോലും ഒരിക്കൽ കൂടെ 1962 ലോകകപ്പിലുള്ള ബ്രസീൽ സ്ക്വാഡിലേക്ക് അയാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് അയാൾ ഓഫർ ചെയ്യുന്ന ടാക്ടിക്കൽ സ്റ്റെബിലിറ്റി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ഡിഫെൻഡിംഗ് ചാമ്പ്യന്മാരായിരുന്ന ബ്രസീൽ ആദ്യ റൗണ്ടിൽ തന്നെ പെലെ പരിക്കേറ്റ് പുറത്തായതിനു ശേഷം കിരീടം നിലനിർത്തിയപ്പോൾ
കരിഞ്ചയുടെയും വാവയുടെയും എല്ലാം ഫ്ലാംബോയൻസിന് പുറകിൽ സാന്റോസിന്റെ പരിചയസമ്പത്തും നേതൃപാഠവും എല്ലാം ടൂർണമെന്റിലുടനീളം പ്രകടമായിരുന്നു. ഒടുവിൽ 16 കൊല്ലത്തെ സുദീർഘമായ കരിയറിന് ശേഷം ബ്രസീലിന് വേണ്ടി 75 തവണയും ബൊട്ടഫാഗോയ്ക്ക് വേണ്ടി 723 തവണയും കളത്തിലിറങ്ങിയ അദ്ദേഹം മറ്റൊരു ടീമിന്റെയും ജേഴ്സി ഒരിക്കൽ പോലും അണിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമായ വസ്തുതയാണ്. ബ്രസീലിയൻ ജനതയ്ക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത സാമ്പാ നൃത്തവും ഫുട്ബോളും ഒരുപോലെ ഒരു കാവ്യനീതി പോലെ ഒത്തുചേർന്ന ഒരു മനോഹര നിമിഷത്തിൽ തങ്ങളുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാംസ്കാരിക ബഹുമതി അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഒരു റിയോ കാർണിവൽ പരേഡ് മുഴുവൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിനും കരിയറിനുമായി ആ ജനത സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ മികച്ച ഡിഫൻഡർമാരുടെ ഫുൾ ബാക്കുകളുടെ ചർച്ചയിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നിട്ടില്ല എന്നത് വേദനാജനകം തന്നെയാണ്. ഒരു ഫ്രാൻസ് ഡി ബെക്കൻബോറിനെ പോലെ അല്ലെങ്കിൽ ഒരു ക്ലോഡ് മക്കലേലയെ പോലെ തന്റെ പൊസിഷൻ തന്നെ റീഡിഫൈൻ ചെയ്തിട്ടും അയാൾ അറിയിക്കുന്ന നേട്ടങ്ങളോ പ്രശസ്തിയോ ഒരിക്കലും അദ്ദേഹത്തെ തേടി ചെന്നിട്ടില്ല. പക്ഷെ പുതിയ തലമുറയിലെ കളിക്കാർ ആസ്വദിക്കുന്ന പണത്തെയും പ്രശസ്തിയും എല്ലാം പറ്റി അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി അയാളുടെ കരിയറും ജീവിതവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഐ ഡു നോട്ട് എൻവി ദ ന്യൂ പ്ലേയേഴ്സ് ഫോർ ദ മണി. ഒരിക്കലും പണത്തിന്റെ പേരിൽ എനിക്ക് പുതിയ കളിക്കാർ അസൂയയില്ല. ബട്ട് ഐ ഡു എൻവി ദ ഫ്രീഡം ദ ഹാവ് ഇൻ ഗോയിങ് ഫോർവേഡ്. എന്നാൽ മുൻപോട്ട് കയറി ആക്രമിച്ച് കളിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് എല്ലാ കാലത്തും അസൂയയുണ്ട്.